MP ആയതിനു ശേഷം വയനാട് മണ്ഡലത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം രണ്ടാം ദിവസം തുടരുകയാണ്. ഇപ്പോൾ മാനന്തവാടിയിലേക്കാണ് പ്രിയങ്ക ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രവർത്തകർ ഏറെ ആവേശത്തിലാണ് MP ആയതിനു ശേഷം പ്രിയങ്ക ഗാന്ധിയെ വരവേൽക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ കൊടിതോരണങ്ങളും ബലൂണുകളും ഒക്കെ അണിയിച്ചൊരുക്കിക്കൊണ്ട് തങ്ങളുടെ MP-യെ കോൺഗ്രസ് പ്രവർത്തകർ വരവേൽക്കുകയാണ് മാനന്തവാടിയിൽ. ഇന്ന് സുൽത്താൻ ബത്തേരിയിലും ഒപ്പം കൽപ്പറ്റയിലും പ്രിയങ്ക ഗാന്ധി സന്ദർശനം നടത്തും. സുൽത്താൻ ബത്തേരിയിലെ സന്ദർശനത്തിൽ BJP വിട്ടുവന്ന മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള KP മധുവിനെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്ന ചടങ്ങുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിൽ പരിക്കേറ്റ പ്രവർത്തകരെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, ഇപ്പോൾ ഈ മണ്ഡലത്തിലെ പര്യടനം രണ്ടാം ദിനവും തുടരുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? റോഡ് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യ പരിപാടി മാനന്തവാടിയിലാണ്. മാനന്തവാടിയിലെ ഗാന്ധി പാർക്കിൽ പ്രിയങ്ക ഗാന്ധി പ്രവർത്തകരോട് സംസാരിക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ റോഡ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. നിരവധി സ്ത്രീകളടക്കം കുട്ടികളടക്കം നിരവധി ആൾക്കാർ ഈ ഒരു പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ വയനാട് മണ്ഡലത്തിലെ ആദ്യ പരിപാടിയാണ്. ഇന്നലെ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിരുന്നു ആദ്യ സ്വീകരണ യോഗം ഉണ്ടായിരുന്നത്. ഇന്ന് പൂർണ്ണമായും വയനാട് മണ്ഡലത്തിലാണ് പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നത്. ആദ്യ പരിപാടി മാനന്തവാടിയിലാണ്. മാനന്തവാടി ഗാന്ധി പാർക്കിൽ അല്പസമയത്തിനകം ആരംഭിക്കും. അതിനു മുന്നോടിയുള്ള റോഡ് ഷോയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ, പ്രത്യേകിച്ച് വയനാടിലെ നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പൊതുയോഗങ്ങളിലടക്കം പ്രചാരണ യോഗങ്ങളിലടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുക്കുന്നു. അതിന് സമാനമായി MP ആയതിനു ശേഷമുള്ള പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം പര്യടനം, അതിൽ മണ്ഡല സന്ദർശനം നടക്കുകയാണ്. ഇന്നിപ്പോൾ വയനാട്ട് കേന്ദ്രീകരിച്ചാണ് സന്ദർശനം നടക്കുന്നത്. ആദ്യ പരിപാടി മാനന്തവാടിയിലാണ്. മാനന്തവാടിയിലേക്ക് പ്രിയങ്ക ഗാന്ധി റോഡ് ഷോയായി എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. പ്രചരണത്തിലും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഉണ്ടായിരുന്ന അതേ ആവേശത്തോടു കൂടി പ്രിയങ്ക ഗാന്ധിയെ വയനാട് കോൺഗ്രസ് പ്രവർത്തകർ, അനുഭാവികളൊക്കെ ചേർന്നുകൊണ്ട് സ്വീകരിക്കുന്ന കാഴ്ച. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വയനാടിന് വേണ്ടി എന്നും ഒപ്പമുണ്ടാകുമെന്നും രാഹുലിൽ അർപ്പിച്ച വിശ്വാസമാണ് തനിക്കും ബലമായതെന്നും തന്നിലേക്കും വയനാട്ടുകാരെ അടുപ്പിച്ചതെന്നും ആ വിശ്വാസം താൻ കാത്തുസൂക്ഷിക്കുമെന്നും ഉൾപ്പെടെയുള്ള ഉറപ്പ് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി നൽകിയിരുന്നു. ഒപ്പം തന്നെ ദുരിതാശ്വാസത്തിനുള്ള, ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ട്, പുനരധിവാസ പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുമെന്നും ഉൾപ്പെടെ വാഗ്ദാനങ്ങൾ പ്രിയങ്ക ഗാന്ധി നൽകിയിരുന്നു. അതിനുശേഷം മണ്ഡലത്തിലെ ജനങ്ങളോട് സംവദിക്കുന്നതിന് സന്ദർശനം തുടരുകയാണ്. വിവരങ്ങളുമായി ആഷിഖുണ്ട്. ആഷിഖ്, ഇന്ന് എന്തൊക്കെയാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടികൾ? ഗൗതം, 3 സ്വീകരണ പരിപാടികളാണ് ഇന്ന് വയനാട് ജില്ലയിൽ പ്രിയങ്ക ഗാന്ധിക്കായിട്ടുള്ളത്. ആദ്യം വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ്. മാനന്തവാടി ഗാന്ധി പാർക്കിൽ അല്പസമയത്തിനകം പ്രിയങ്ക പ്രവർത്തകരോട് സംസാരിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള റോഡ് ഷോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ നിന്നും മാനന്തവാടി ഗാന്ധി പാർക്ക് വരെയാണ് റോഡ് ഷോ. ഇപ്പോൾ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ നൂറുകണക്കിന് പ്രവർത്തകർ, പ്രത്യേകിച്ച് സ്ത്രീകളും യുവാക്കളുമടക്കമുള്ള നിരവധി പ്രവർത്തകർ ഈ ഒരു റോഡ് ഷോയിൽ പങ്കാളിത്തമായി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ആവേശമാണ് പ്രവർത്തകർക്ക്
ഇപ്പോൾ ഉള്ളത്. കാരണം ലീഡ് കുറയുമോ, അതായത് പ്രിയങ്കയ്ക്കുള്ള ലീഡ് കുറയുമോ എന്നുള്ള വലിയ ആശങ്ക പോളിംഗിന് ശേഷം ഉണ്ടായിരുന്നു. പക്ഷേ 4 ലക്ഷത്തിന് മുകളിൽ പ്രിയങ്കയ്ക്ക് ലീഡ് സമ്മാനിച്ചു വയനാട്. അതിൽ മാനന്തവാടിയും വലിയ ഭൂരിപക്ഷം സമ്മാനിച്ചിട്ടുണ്ട്. ആ ഒരു ആവേശം പ്രവർത്തകരിലും കാണാൻ കഴിയുന്നുണ്ട്. നൂറുകണക്കിന് പ്രവർത്തകർ, നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് പോലെ ഈ റോഡ് സൈഡ് പൂർണ്ണമായും തിങ്ങി നിറഞ്ഞുകൊണ്ട് പ്രവർത്തകർ ഈ വാഹനത്തെ അകമ്പടി സേവിച്ചുകൊണ്ട് മാനന്തവാടിയിലെ ഗാന്ധി പാർക്കിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശമാണ് പ്രവർത്തകരിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. രാവിലെ 10 മണിക്കായിരുന്നു ഈ ഒരു പരിപാടി പറഞ്ഞതെങ്കിൽ പോലും ഇപ്പോൾ സമയം ഏകദേശം 12 മണിയോട് അടുക്കുന്നു. ഇത്രയും സമയം പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിക്കായി കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്തിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് മുമ്പാണ് റോഡ് ഷോ ആരംഭിച്ചത്. നമുക്ക് ദൃശ്യം കാണാൻ കഴിയുന്ന പോലെ ദൂരെ അങ്ങ് പ്രിയങ്കയുടെ സെക്യൂരിറ്റി വാഹനങ്ങൾക്ക് അടുത്ത് വരെ പ്രവർത്തകരെ കാണാൻ കഴിയും. അങ്ങനെ വയനാട്ടിലെ മാനന്തവാടി ഈ ഒരു ടൗൺ ഏകദേശം പൂർണ്ണമായും കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകരാൽ നിറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ ആവേശമാണ്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയെ വീണ്ടും വലിയ ഭൂരിപക്ഷം തന്നെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗൗതം സൂചിപ്പിച്ചതുപോലെ മറ്റു പരിപാടിയുള്ളത് സുൽത്താൻ ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിൽ ഏകദേശം ഉച്ചയ്ക്ക് 1 മണി 1:30യോടെയാണ് പൊതുപരിപാടി ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം 2 മണി 3 മണിയോടെ അടുത്ത കൽപ്പറ്റയിലും പൊതുയോഗം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 3 പൊതുയോഗങ്ങൾ, അതായത് വയനാട് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ പൊതുയോഗങ്ങൾ വീതമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം കോൺഗ്രസ് പ്രവർത്തകരെ കാണും എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ ലാത്തിച്ചാർജിൽ പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരെ കാണും എന്നും ഇപ്പോൾ UDF നേതാക്കൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് തന്നെ പ്രിയങ്ക ഗാന്ധി തിരിച്ചു പോകും. അതിനു മുന്നേ എല്ലാ ജില്ലകളിലും എത്തി പ്രവർത്തകരെ നേരിൽ കാണുന്ന ഒരു സന്ദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയും മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും പ്രിയങ്ക ഗാന്ധി എത്തി പ്രവർത്തകർ നേരിൽ കണ്ടിരുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു ഈ മൊക്കത്തെ അടക്കമുള്ള പരിപാടി. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി ഇല്ല. പക്ഷേ എന്നിട്ടും അതിൻ്റെ ഒരു ആവേശം പോലും പ്രവർത്തകരിൽ നിന്ന് കുറയില്ല. വ്യക്തമാണ് ആഷിഖ്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വളരെ ആവേശത്തിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധി MP ആയതിനു ശേഷം വയനാട് മണ്ഡലം ഏറ്റെടുക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ വലിയ ആവേശത്തോടു കൂടി തങ്ങളുടെ MPയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ മാനന്തവാടിയിലും കാണാൻ കഴിയുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് ആഷിഖ്.